പിന്നെ ഞങ്ങളും കുറച്ചങ്ങ് സ്ലോ ആയി കാര്യങ്ങൾക്കല്ല. അപ്പം എന്നോട് പറഞ്ഞത് മലപ്പള്ളിയെ പറ്റി പറയണം, അല്ലെങ്കിൽ ഓണത്തെ പറ്റി പറയണം, അല്ലെങ്കിൽ പഴയ മലപ്പള്ളിയെ പറ്റി പറയണം. ഞാൻ മലപ്പള്ളിയെ പറ്റി തന്നെ ആദ്യം പറയാം. 1950-കൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ആ കാലഘട്ടം ഓർമ്മയുണ്ടെന്ന്. പൂവനക്കടവ് അവിടെയുള്ള ആ സ്കൂളിലാണ് ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിച്ചത്. മറ്റെല്ലായിടത്തും എവിടെയെല്ലാം പഠിച്ചിട്ടുണ്ടോ അതിനേക്കാളും എല്ലാം തന്നെ വളരെ എൻ്റെ ഓർമ്മ മുഴുവൻ തന്നെ ഇളം കെട്ടി നിൽക്കുന്നത് ആ മലപ്പള്ളിയിലെ സെൻറ് മേരീസ് അല്ലെങ്കിൽ ചന്തപ്പള്ളിക്കൂടം ഞങ്ങൾ ആ കാലത്ത് വിളിച്ചുകൊണ്ടിരുന്ന ആ പ്രൈമറി സ്കൂളിലാണ്. കാരണം അവിടെ ഇരുന്നാൽ നമുക്ക് മണിമലയാറിലെ വെള്ളപ്പൊക്കം കാണാം. സ്കൂളിൻ്റെ ക്ലാസ്സിൽ ഇരുന്നാൽ കാണാം വെള്ളം പൊങ്ങിപ്പോകും. കൂടാതെ സ്കൂളിൻ്റെ തൊട്ട് മുമ്പിൽ താഴെ പൂവനക്കടവുണ്ട്, അവിടെ ഒരു വിളക്കുമാടമുണ്ട്. അത് തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ വകയാണ്, ഒരു ഉദ്യോഗസ്ഥനുണ്ട് അവിടെ. കൂടാതെ പൂവന കൊട്ടാരമുണ്ട്. ഈ കൊട്ടാരം എന്ന് പറഞ്ഞാൽ വലിയൊരു കൊട്ടാരമൊന്നുമില്ല, ഒരു ചെറിയ വീടാണ്. പക്ഷേ തമ്പുരാനോടുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം കൊട്ടാരം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ ഒരു കാവുമാണ്. ഈ കാവിലേക്ക് നോക്കാൻ തന്നെ ഞങ്ങൾക്ക് പേടിയാണ്. അവിടെ സർപ്പം ഉണ്ടെന്നാണ് വയ്പ്, വാദപരിചയം ഉണ്ടെന്നാണ് വയ്പ്. ഒരു കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അതൊക്കെ വെറും ഐതിഹ്യങ്ങളാണ്. അല്ലെങ്കിൽ തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നമ്മൾക്ക് ഓണം ഒരു ഐതിഹ്യമാണ്. പക്ഷേ എല്ലാ ആഘോഷങ്ങൾക്കും രണ്ട് തലമാണ്. ഒന്ന് നമുക്ക് ഉദാഹരണമായിട്ട് ക്രിസ്മസ് തന്നെ എടുക്കാം. ക്രിസ്മസിന് നമ്മളെല്ലാം നമ്മുടേതായിട്ടുള്ള പള്ളികളിൽ പോകും, നമുക്ക് അവിടെ ആരാധനയുണ്ട്. പക്ഷേ മറ്റുള്ളവരെല്ലാം ആഘോഷിക്കുന്ന, അമേരിക്കയിലാണെങ്കിൽ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു സെക്കുലർ ആഘോഷം കൂടിയാണ് ക്രിസ്മസ്. അത് അതിൻ്റെ ഒരു തലം, ആത്മീയ തലം വേറൊന്ന്. എന്ന് പറഞ്ഞ പോലെ ഓണത്തിന് ഹൈന്ദവർ തൃക്കാക്കര അപ്പനെയൊക്കെ പൂജിക്കുന്നുണ്ടോന്നൊക്കെ ശരിയാണ്. പക്ഷേ ഈ നാട്ടുകാർ മുഴുവൻ 1961 പട്ടനാടുമുള്ള മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓണം കേരളത്തിൻ്റെ ഒരു ദേശീയ ആഘോഷമായി പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ്, അതിനു മുമ്പ് നമ്മളൊക്കെ ഓണം ആഘോഷിച്ചിരുന്നെങ്കിലും ഇത് എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കാവുന്ന ഒരു തലത്തിലേക്ക് വന്നത് അങ്ങനെയാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ തൃക്കാക്കരയപ്പനെ ഒന്നും പൂജിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഈ നാടിൻ്റെ ആഘോഷത്തിനും കൂടെ ചേർന്ന്, നമ്മൾ അന്യരല്ല, നമ്മളും ആ നാട്ടുകാരാണെന്നുള്ള വിളിച്ചറിയിക്കാൻ വേണ്ടി ആഘോഷത്തോടെ ചേരുന്നു. ഇവിടെ അമേരിക്കക്കാരെല്ലാവരും ഇപ്പം ക്രൈസ്തവരാണെങ്കിലും അല്ലെങ്കിലും വിവിധ സ്വഭാവങ്ങളിൽപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്ന പോലെ എല്ലാവരും തന്നെ കേരളത്തിലിരുന്ന് ഓണം ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ലേറ്റായിട്ട് വേറൊരു കൺസെപ്റ്റ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായത്, എനിക്കറിയാമായിരുന്നു എന്താണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓണത്തിൻ്റെ ദിവസം ഇതുപോലെ ഏതോ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഗുജറാത്തി ഫാമിലിയുണ്ട്. ഒരു യങ് ഫാമിലിയാണ്. ഞങ്ങളെ അങ്കിളെന്നൊക്കെയാണ് വിളിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വെജിറ്റബിളൊക്കെ ഷെയർ ചെയ്യാം. ആ ഒരു ദിവസം ഓണത്തിൻ്റെ അന്ന് ഒരു താളത്തിൽ കുറച്ച് പലഹാരങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ഓണമാണെന്ന്, ഞങ്ങളല്ലേ ഇത് അങ്ങോട്ട് തരേണ്ടത്. അല്ല, അവരെപ്പോഴും പറഞ്ഞു അത് ശരിയാണ്, നിങ്ങളുടെ ഓണമായിരിക്കാം, പക്ഷെ ഞങ്ങൾക്കിന്ന് വാമന ജയന്തിയാണ്. അപ്പോൾ ഈ ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ ഈ ഓണത്തിൻ്റെ ഐതിഹ്യം വ്യത്യസ്തമായ രീതിയിലാണ് കാണുന്നത്. അതിനൊരു കുഴപ്പമില്ല. പക്ഷെ ഇന്ന് കേരളത്തിൽ ഈ വാമന ജയന്തിക്കും കൂടുതൽ പ്രാധാന്യം കൂടി വരുമെന്ന് ഞാൻ എവിടെയോ വായിച്ചു. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം മല്ലപ്പള്ളിയാണ്. ആ കാലത്ത് ഞാൻ ഈ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പൂവനക്കടവ് ഒരു സാക്ഷാൽ ഒരു തുറമുഖം തന്നെയാണ്. അതൊരു വിളക്കുമരമുണ്ട്, വലിയൊരു തുറമുഖത്തിൻ്റെ ഒരു വളരെ ചെറിയ ഒരു പതിപ്പ്. ഒരു വിളക്കുമരമുണ്ട്, അത് ഒരു ഉയർന്ന സ്ഥലത്താണ്.
പിന്നെ ഒരു കാവൽക്കാരനുണ്ട്. ഈ മണിമലയാറ്റിൽ കൂടി വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വരുന്ന തടഞ്ഞു നിർത്തുന്നതാണ് ഈ കാവൽക്കാരൻ്റെ ജോലി. കാവൽക്കാരൻ്റെ കൂടെ സഹായികളൊക്കെ കാണും. അപ്പം ഞാൻ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. മല്ലപ്പള്ളി CSI പള്ളിക്ക് അന്ന് പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന കാലത്ത് തടിയുടെ ആവശ്യമുണ്ട്. അന്ന് പഴയൊരച്ഛനുണ്ട്, ആർക്കെങ്കിലും പേര് കേട്ടിട്ടുണ്ടായിരിക്കണം, കയ്യോപ്പലി അച്ഛൻ. ഞാനും പേര് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറെ തടി വേണം. അദ്ദേഹം ഈ തടി പിടിച്ച് കാവൽക്കാരൻ തടി പിടിച്ചിട്ടിരിക്കുന്ന കേട്ടിട്ട് ലേലം പിടിക്കാൻ ചെന്നു. കയ്യിൽ കാശൊന്നുമില്ല. ഒരു വിശ്വാസത്തിന്റെ പേരിൽ അദ്ദേഹം ലേലം പിടിച്ചു. ലേലം പിടിച്ച് ഉടനെ തന്നെ കാശ് കൊടുക്കണം. പിന്നെ അന്ന് ഉടനെ തന്നെ പുള്ളി അടുത്തുള്ള പ്രമാണിമാരെ എല്ലാം കൂട്ടി കാശ് പിടിച്ചിട്ട് ആ തടി സ്വന്തമാക്കി. അതുകൊണ്ടാണ് മല്ലപ്പള്ളിയിലെ ഹോളി മാനുവൽ ചർച്ച് എന്ന് പണിതിരിക്കുന്നത്. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് മല്ലപ്പള്ളി പൂവനക്കടവിൽ ധാരാളം കെട്ടുവള്ളങ്ങൾ വരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും ഒരു 10-15 കെട്ടുവള്ളങ്ങൾ അവിടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ വലിയൊരു തുറമുഖത്തിന്റെ അതേ ഒരു ചെറിയ പതിപ്പായിട്ട് ഈ കെട്ടുവള്ളക്കാർ വന്നിട്ട് അവരവിടെ അടുപ്പിച്ച് അവരുടെ കഞ്ഞി വെച്ച് അവിടെ ഏതാനും ദിവസങ്ങൾ താമസിച്ച് അവിടെ നിന്നുള്ള തൊണ്ടോ മറ്റ് ഇതൊക്കെ അവിടുന്ന് കയറ്റിക്കൊണ്ട് പടിഞ്ഞാറോട്ട് കൊണ്ടുപോകും. ആലപ്പുഴയാണല്ലോ തൊണ്ടിന്റെ വ്യവസായത്തിന്, കയർ വ്യവസായത്തിന്റെ കേന്ദ്രം. ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇത് മണിമലയ്ക്ക് മുകളിലോട്ട് വള്ളം പോകുകയാണ്. പലരും എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. മുണ്ടക്കായ മുതൽ മണിമല വരെയുള്ളത് കല്ലൊക്കെ നിറഞ്ഞ മണിമലയാണ്. ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മണിമലയാറിന്റെ തീരത്തുള്ള, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങൾ എടുത്താൽ ഒരു നദീതീരത്താണ്. ഇത് നമ്മുടെ ഒരു ചെറിയ ഒരു ടൗൺ എന്ന് പോലും പറയാൻ പറ്റില്ല, ഒരു വലിയ ഗ്രാമം. പക്ഷേ മല്ലപ്പള്ളി എന്ന് പറഞ്ഞ മണിമലയാറിന്റെ സൃഷ്ടി. മണിമലയാർ ഒരു ചെറിയ നദി എന്ന് പറഞ്ഞാൽ മണിമല മുതൽ താഴെ ഉള്ളൂ ഈ മണിമലയാർ. പക്ഷെ മണിമലയാറിന്റെ പ്രത്യേകത ഉണ്ട്. മണിമലയാറിന്റെ പഴയ പേര് വിഘ്ന എന്നാണ്. എന്റെ ചെറുപ്പത്തിലൊരു കാര്യം ഞാൻ വളരെ നോട്ട് ചെയ്തിട്ടുണ്ട്. മല്ലപ്പള്ളി ഒരു അങ്ങാടി മരുന്നിന്റെ കടയുണ്ട്. ഈ അങ്ങാടി മരുന്നിന്റെ കടയിൽ ഈ പാവപ്പെട്ട സ്ത്രീകളൊക്കെ പോയിട്ട് പച്ചമരുന്നുകൾ പറിച്ചുകൊണ്ട് വരും. ഇവർ പച്ചമരുന്ന് പറിച്ചുകൊണ്ട് വരുന്നത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നത്തെ ഒരു KPO-ന്റെ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടല്ലോ, ആ കോട്ടാങ്കിലും അതിനപ്പുറത്തുള്ള ഏരിയയിൽ നിന്നാണ് പച്ചമരുന്ന് പറിച്ചുകൊണ്ടിരുന്നത്. ഈ മണിമലയാറിന്റെ തീരത്ത് പച്ചമരുന്നിന്റെ ഒരു വലിയ വളർച്ച ഉണ്ടായിരുന്നു. ഈ ഇതിന്റെ കൃത്യയിൽ വളരുന്ന മരുന്നുകളുള്ളതുകൊണ്ടാണ് ഈ നദിക്ക് നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ സംസ്കൃതത്തിൽ വിഘ്ന എന്നുള്ള പേര് കിട്ടിയത്. അപ്പോൾ മണിമലയാറ് വളരെ ചെറിയൊരു നദിയാണെങ്കിലും ഈ നദിക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. മല്ലപ്പള്ളി പിന്നീട് ഏർലി 50s പാലമൊക്കെ വന്നതിനുകൂടിയാണ് മല്ലപ്പള്ളിയുടെ വളർച്ച ഉണ്ടായത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബുക്കിൽ തന്നെ ആദ്യം തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. 50കളിലെ എന്നെപ്പറ്റി എഴുതിയിരിക്കുന്ന 50കളിലെ മല്ലപ്പള്ളി, പിന്നെ 60കളിലെ ഡൽഹി, 70കളിലെ ഡിട്രോയിറ്റ്, 80കൾ മുതലുള്ള ഹ്യൂസ്റ്റൺ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നല്ല പറയുന്നത്. ഈ മണിമലയാർ അവിടെ നിന്ന് ഒഴുകി ചെന്ന് പുളിക്കീട്, ആദ്യം എനിക്കറിയില്ലായിരുന്നു പുളിക്കീട്. ഞാൻ ചെറുപ്പത്തിൽ ഞങ്ങളൊരു അമ്മച്ചി മാവലിക്കലുണ്ടായിരുന്നതുകൊണ്ട് രാവിലെ മല്ലപ്പള്ളി നിന്നുള്ള രാവിലെ 6 മണിക്ക് ഒരു ബസ്സുണ്ട്. അത് എന്നെ കയറ്റി വിടും. മാവലിക്കര ഞങ്ങളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് പുളിക്കീടി എന്നിട്ട് ചെങ്ങാടത്തെ കയറി കടവ് കിടക്കണം. അത് കഴിഞ്ഞിട്ട് മാന്നാറി ഇരുന്നു മന്നായി കടവ് കിടക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് മാവേലിക്കര അടുത്ത് അച്ചൻകോവിലാണ് കടവ് കിടക്കണം. ഈ 3 കടവ് കിടക്കുമ്പോഴും ചെങ്ങാടത്തെ കയറിയാണ് പോകേണ്ടത്. അതിന് മുമ്പ് തന്നെ എനിക്ക് ചെങ്ങാടത്തിൻ്റെ ഈ അനുഭവം ഉണ്ട്. മല്ലപ്പള്ളി ചെങ്ങാടം കിടന്നാണ് അക്കരയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ഈ 11-12 വർഷം മണിമലയാർ കാണാത്ത ഒരു ദിവസവും ഇല്ലായിരുന്നു ഞാൻ. കാരണം പ്രൈമറി സ്കൂളിൽ, പിന്നെ ഞായറാഴ്ച പള്ളിയിൽ പോകണമെങ്കിലും മണിമലയാർ കിടന്നു പോകണം. പിന്നെ ഹൈസ്കൂളിൽ, മിഡിൽ സ്കൂൾ ഹൈസ്കൂളിൽ എത്തിയപ്പോഴും മല്ലപ്പള്ളിയിൽ പോകുമ്പോൾ അപ്പോഴും എല്ലാ ദിവസവും ഈ മണിമലയാർ കാണും. തൊട്ടടുത്ത്, അല്ലെങ്കിൽ തന്നെ തൊട്ടടുത്താണ് മണിമലയാർ. അപ്പം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ പുളിക്കീടുകൾ ഒഴുകുന്നത് മണിമലയാർ. മല്ലപ്പള്ളിയിലെ വളരെ ഒരു ചെറിയ നദി ഉണ്ടെങ്കിലും പുളിക്കീടി ചെല്ലുമ്പം ഇത് ഒരു വലിയ നദിയാക്കിയിരുന്നു.
അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, സ്കൂളിൽ നമ്മൾ എത്ര പേര് പഠിച്ചിട്ടുണ്ട് മണിമലയാർ പമ്പയിലാണ് ചേരുന്നത്? അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? അങ്ങനെ കൺസെപ്റ്റ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓർമ്മയില്ല. അല്ല, ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളത്, ഞാൻ അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ കുറേ കാലം കഴിഞ്ഞിട്ട് കുട്ടനാടൻ പ്രദേശങ്ങളിൽ കൂടി ധാരാളം സഞ്ചരിച്ചിട്ടുള്ള ഒരാളിനോട് പറഞ്ഞു, പുള്ളിയല്ല അദ്ദേഹം എന്നോട് പറഞ്ഞു, പമ്പയേക്കാളും വലിയ നദിയാണ് മണിമലയാർ, തുടക്കത്തിലല്ല അവസാനം. പുൽക്കീഴ് നിന്ന് മണിമലയാറിൽ നിന്ന് പമ്പയിൽ ചേരുന്നില്ല. മണിമലയാർ നേരെ ചെന്നിട്ട് കുട്ടനാടിൻ്റെ കിഴക്ക് വശത്തോട്ട് നേരെ വേമ്പനാട്ടുകാരിലാണ് ചേരുന്നത്. ആ സമയത്ത് പമ്പ മാന്നാർ പന്നായിക്കടവിൽ ചെന്നിട്ട് പടിഞ്ഞാട്ട് പിടിഞ്ഞ് അച്ചൻകോവിനോട് ചേർന്ന് പടിഞ്ഞാറ് ഭാഗത്ത് വേമ്പനാട്ടുകാരിൽ ചേരുന്നു. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു, കവിയൂർക്കാരനായിട്ടുള്ള ഏബ്രഹാം ബി ജോൺ എന്നോട് ചോദ്യം ചോദിച്ചു, അപ്പോഴേ നേരെ പോകുന്ന റോഡാണോ വലുത്, വളഞ്ഞു പോകുന്ന റോഡാണോ വലുത്? ഇവിടെ ഞാൻ പറഞ്ഞു നേരെ പോകുന്ന റോഡ് തന്നെ. എന്നാൽ മണിമലയാറാണ് വലിയ നദി, അത് നേരെ പോകുകയാണ്, എങ്ങോട്ടും വളഞ്ഞു പോകുന്നില്ല, എങ്ങും ചേരുന്നില്ല, നേരെ പുളിങ്കുന്ന് വഴി നേരെ ചെന്നിട്ട് വേമ്പനാട്ടുകാരിൽ ചേരുക. ഞാൻ പമ്പയേക്കാളും വലിയ നദിയാണ് മണിമല എന്നും പറയാൻ നല്ലത് പറഞ്ഞത്. പക്ഷേ മണിമലയാർ ഒരിക്കലും പമ്പയിൽ ചെന്ന് ചേരുന്നില്ല. അത് നമ്മളെ തെറ്റായിട്ട് പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഇപ്പോഴും പ്രസിദ്ധീകരിച്ച 2 മാസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച ഒരു ബുക്കാണ് യുഗങ്ങൾ അവസാനിക്കുന്നില്ല. അതിനു മുമ്പൊരു ബുക്കുണ്ട്, ഭൂമിക്ക് മേൽക്കുന്നില്ല. ഇതിൻ്റെ ഒന്നും മലയാളം എനിക്ക് വലിയ ബുക്കായതുകൊണ്ട് മലയാളം ഒന്നും എഡീഷൻ ഒന്നും ഇവിടെ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഏതാനും കോപ്പികളൊക്കെ കിട്ടുള്ളൂ. പക്ഷേ ഈ ഭൂമിക്ക് മേൽ മുദ്ര അവർ ബിലൗഡ് ഭൂമി എന്നുള്ള പേരിൽ ആമസോണിൽ കിട്ടും. ഈ യുഗങ്ങൾ അവസാനിക്കുന്നില്ല അടുത്ത് തന്നെ ആമസോണിൽ മലയാളം എഡീഷൻ വരുമെന്ന് പ്രതീക്ഷയുണ്ട്. ഞാൻ ബുക്ക് പ്രൊമോട്ട് ചെയ്യാനൊന്നും അല്ലെന്ന് പറയുന്നത്. പക്ഷേ ഈ യുഗങ്ങൾ അവസാനിക്കുന്നില്ല എന്ന ബുക്കിൽ രണ്ടാമത്തെ പാർട്ട്, 4 പാർട്ടുണ്ട് അതിന്. ഈ രണ്ടാമത്തെ പാർട്ടിന്റെ പേര് മണിമലയാറാണ്. ഇതൊരു വ്യത്യസ്തമായിട്ടൊരു നോവലാണ്. അതിന്റെ ടെക്നിക്കൊക്കെ വേറെയാണ്. അതൊന്നും ഇവിടെ ചർച്ചാ വിഷയമല്ല നമുക്ക്. പക്ഷേ ഈ മണിമലയാർ എന്ന പേരിടാൻ കാരണം മണിമലയാർ എന്നൊരു പേരിടാൻ കാര്യം ഈ രണ്ടാമത്തെ പാർട്ട് കൈകാര്യം ചെയ്യുന്നത് തന്നെ മണിമലയാറിന്റെ തീരത്തേക്കുള്ള ക്രൈസ്തവ കുടിയേറ്റത്തെ മുഴുവൻ. ഇതൊരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. മണിമലയാറിന്റെ തീരത്ത് മാത്രമല്ല, പമ്പയുടെയും അച്ചൻകോവിലിന്റെയും മീനച്ചാറിന്റെയും എല്ലാം തീരത്ത് ഒരു 400 വർഷം മുമ്പ് ഒരു വലിയൊരു കുടിയേറ്റം ഉണ്ടായി. അതൊരു ചരിത്ര സത്യമാണ്. നായർ കുമ്പക്കന്മാരുണ്ടായിരുന്നു. ഈ കുടിയേറ്റം അവർ പ്രോത്സാഹിപ്പിച്ചതിന്റെ കാര്യം തന്നെ ഇവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കാന്നുള്ളതാണ്. ഈ നായർ കമ്മ്യൂണിറ്റി ഒരിക്കലും കൃഷിയിൽ അവർക്ക് ഭൂമി ഉണ്ടെങ്കിൽ പോലും, നമ്പൂതിരിമാർക്ക് ഭൂമിയുണ്ട്, നായന്മാർ അതിൻ്റെ തൊട്ട് താഴെയാണ്, അവരാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ അവരും കൃഷി ചെയ്യാൻ മടിയന്മാരാണ്. പക്ഷേ ഈ ക്രൈസ്തവർ കൃഷി ചെയ്യാൻ വളരെ സമർത്ഥരായതുകൊണ്ട് അവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ഇവർ ഉത്സാഹിപ്പിച്ചു ഈ നായർ കമ്മ്യൂണിറ്റി. അപ്പം മണിമലയാറിന്റെ തീർത്ത് മുഴുവൻ നായർ തറവാടുകളാണ് ഉണ്ടായിരുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ പരിയാരത്തിലെ കൗങ്ങഞ്ചേരി ഒരു തറവാടുണ്ട്. ഈ കൗങ്ങഞ്ചേരി തറവാട്ടിലെ അംഗമാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് വളർന്നത് പരിയാരത്തിലാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ വളർന്നു, പിന്നീട് അവിടെ ആയിരുന്നുകൊണ്ടാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് മണിമലയാറിന്റെ തീരത്തേക്കുള്ള അല്ലെങ്കിൽ ഈ നദീതടങ്ങളിലേക്കുള്ള കുടിയേറ്റം. ഇപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഇസ്രായേൽ മക്കള് ഇസ്രായേലിൽ ചെന്നിട്ട് അവിടുത്തെ ഏറ്റവും ഫലഭൂയിഷ്ടമുള്ള അഭ്യാസമാണ് കൈവശം. ഇവിടെ എന്ന് പറഞ്ഞ പോലെ ഈ ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക്
ഒരു ദൈവാനുഗ്രഹം ഉണ്ടായി. അവർ ഈ നദീകടങ്ങൾ കൈവശമാക്കി. അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് കടൽ തീരത്തേക്ക് പോയില്ല? കടൽ തീരത്തേക്കുള്ളവരെല്ലാം പിന്നീട് അവരുടെ ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞത്. നമുക്കറിയാം, നമ്മുടെ പല കൃതികളും കവി ശിവശങ്കര പിള്ളയുടെ ഒക്കെ കൃതികളിലെല്ലാം തന്നെ കടൽ തീരത്തെ പറ്റിയാണ് ഇരിക്കുന്നത്. അവർ ഏറ്റവും ദാരിദ്ര്യത്തിൽ കഴിഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മൾ മധ്യതാങ്കൂരുള്ളവർ എന്തുകൊണ്ട് ഇത്ര ബ്ലസ്ഡായി? പക്ഷേ ബ്ലസ്ഡായെങ്കിലും ഇപ്പം അവരതൊന്നും നിലനിർത്തിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം സാമ്പത്തികമായിട്ട് അവർ വളരെയധികം ഉയർന്നു. പിന്നീട് അവർ ഈ കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി ധാരാളം ആദിവാസികളെ കൊണ്ടുവന്നു. ഈ സ്റ്റോറിയെല്ലാം തന്നെ ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ മണിമലയാറിൻ്റെ തീരത്തേക്കുള്ള കുടിയേറ്റം നമ്മുടെ നാടിൻ്റെ സാമ്പത്തികതയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. അവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയാലും പോരാ എന്നുള്ളൊരാഗ്രഹം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അന്നത്തെ ചെറുപ്പക്കാർ ഇപ്പം സിംഗപ്പൂരിലേക്ക് പോകുന്നു, മലേഷ്യയിലേക്ക് പോകുന്നു, ബോർണിയയിലേക്ക് പോകുന്നു, സിലോണിലേക്ക് പോകുന്നു. അത് ഒരു ആദ്യകാല കുടിയേറ്റം എന്ന് ഞാൻ പറയുന്നില്ല, ജോലി തേടിയുള്ള യാത്ര. അത് കഴിഞ്ഞിട്ട് ഉത്തരേന്ത്യയിലേക്ക് പോകുന്നു. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ടാണ് 1969 ഇപ്പം 68, കൃത്യമായിട്ട് പറഞ്ഞാൽ 1968 ജൂൺ 30 പ്രസിഡന്റ് ജോൺസൺ കുടിയേറ്റ നിയമം അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് സൈൻ ചെയ്തു. അന്ന് പോലെ അമേരിക്കയിലേക്കുള്ള വീസ അനുവദിച്ച് കിട്ടി. അല്ലെങ്കിൽ 1970 മുതൽ ഇവിടെ വ്യാപകമായിട്ടുള്ള കുടിയേറ്റങ്ങൾ നടന്നു. പക്ഷേ ഇതെല്ലാം തന്നെ നമ്മളൊരു സംസ്കാരം ഈ മണിമലയാറിൻ്റെ തീരത്ത് കെട്ടിപ്പടുത്തു. അതിൻ്റെ ഒരു തലസ്ഥാനമെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ മല്ലപ്പള്ളി തന്നെയാണ്. മല്ലപ്പള്ളി കേന്ദ്രമാക്കിയിട്ട് ധാരാളം ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. അവിടുത്തെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ ഇതെല്ലാം അങ്ങനെ വലിയൊരു ബ്ലെസ്സിങ് നമുക്കുണ്ടായി. അതിന് നമുക്ക് നന്ദി പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.